പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ MDTVയുടെ 2024 എഡിഷന്റെ പുതിയൊരു സെഗ്മെന്റ് ആണ് നമ്മളിത് ചെയ്തത്. അതുപോലെ തന്നെ എപ്പോഴും പറഞ്ഞ പോലെ ആൽക്കഹോൾ കൺസംഷൻ ഈസ് ഓൾവേസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ 2024 നമുക്കറിയാം ഞങ്ങൾ ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്തിരുന്നു. അതായത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ മദ്യപാനം വളരെയധികം കുറയ്ക്കുകയാണ്. അതായത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതെ എന്ന് കരുതി ഈ ഒരു വീഡിയോ അങ്ങ് തീർക്കുന്നല്ല നമ്മൾ പറഞ്ഞത്. ഇൻ ദ ഷോർട്ട് വൈ വി വിൽ ബി deleting the content of alcohol content from our channel. അപ്പൊ ഇത് നിങ്ങൾ കാണണ്ട. This is just for fun and entertainment. കാരണം ഇടയ്ക്കൊക്കെ ദാഹിക്കുള്ളൂ അല്ലേ, അപ്പൊ ചെറുതായിട്ടൊന്ന് വായ നനയ്ക്കാൻ വേണ്ടി മാത്രം. സോ ഇത് നിങ്ങൾ കാണണ്ട. സോ കമ്മിങ് ബാക്ക് ടു ദ കണ്ടന്റ്. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ കണ്ടന്റിന്റെ ടോപ്പിക്കിൽ എന്താണ് നമ്മൾ പറയുന്നത്, നമ്മുടെ തമ്പയിൽ പറയുന്നത് പോലെ തന്നെ ഹൗ ടു ക്വിറ്റ് ആൽക്കഹോൾ ഡ്രിങ്ക്. അതായത് മറ്റൊന്നുമല്ല, മദ്യപാനം എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ എങ്ങനെ വളരെ സേഫ് ആയിട്ട് നിങ്ങൾക്ക് സ്വയം എങ്ങനെ നിർത്താം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഡ്രങ്കന്റെ ഭാവം കണ്ടുകൊണ്ട് ഇപ്പൊ മനസ്സിലായി, നമ്മളിത് കുറെ കണ്ടതാണ് എന്നാണ് ഡ്രങ്കൻ ഇപ്പൊ ചിന്തിക്കുന്നത്. സോ ലെറ്റ് ദാറ്റ് ബി ഹിസ് കൺസേൺ. നമ്മൾ അതൊന്നും അല്ല ചിന്തിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണുന്നവർക്ക് ഏത് സെൻസിൽ വേണമെങ്കിലും എടുക്കാം. ഏറ്റവും നല്ലത് ഞങ്ങളുടെ അഡ്വൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഏറ്റവും നല്ല രീതിയിൽ എടുക്കണം. കാരണം ഇതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അതിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കും. കാരണം മദ്യപാനം നിർത്തേണ്ട എല്ലാവരുടെയും, കുടിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയാം, ദിസ് ഈസ് കംപ്ലീറ്റ് റെഫറൻസ് ഫ്രം ഗൂഗിൾ. അപ്പൊ ഗൂഗിളിൽ നിന്നുള്ള റെഫറൻസ് മുഖേനയാണ് നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. കേട്ടോടങ്ങും ചെയ്യും. അല്ലാതെ ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് പഠിച്ച് കണ്ടെത്തിയ തിയറീസ് ഒന്നും അല്ല. അതെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, നമ്മുടെ ഇനി മുതൽ നമ്മുടെ ചാനലിൽ നമ്മൾ ആൽക്കഹോൾ കണ്ടന്റ് യൂസ് ചെയ്യുവാണെങ്കിൽ പോലും നമ്മൾ ഏത് ബ്രാൻഡോ അല്ലെങ്കിൽ ആൽക്കഹോൾ ആണോ എന്ന് പോലും ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വരത്തില്ല. കാരണം നമ്മൾ അതൊന്നും ഒരിക്കലും ഡിസ്ക്ലോസ് ചെയ്യത്തില്ല അല്ലേ രംഗജി? ഞങ്ങൾ ചിലപ്പോൾ വെള്ളമായിരിക്കും കുടിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ കോളയായിരിക്കും കുടിക്കുന്നത്. എങ്ങനെ ഹൗ ടു ക്വിറ്റ് ആൽക്കഹോൾ ഡ്രിങ്കിങ്, ദാറ്റ്സ് എ കണ്ടന്റ് ഓഫ് ടുനൈറ്റ്. നിർത്തണമെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു, നിങ്ങളും മദ്യമായിട്ടുള്ള ആ ഒരു ബന്ധം എന്താണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. നിങ്ങൾ എന്തിന് മദ്യപിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ മദ്യപിക്കാനുള്ള റീസൺ അല്ലേ, അതെന്താണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് എന്നല്ല ഞാൻ പറഞ്ഞത്, അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്തിന് നിങ്ങൾ മദ്യപിക്കുന്നു? നിങ്ങൾ സന്തോഷത്തിന് വേണ്ടി മദ്യപിക്കുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ദുഃഖങ്ങൾ മറക്കാൻ വേണ്ടി മദ്യപിക്കുന്നോ, അല്ലെങ്കിൽ അടിച്ച് പൂസാവാൻ വേണ്ടി മദ്യപിക്കുന്നോ, അത് എന്തും ആയിക്കോട്ടെ, അത് എന്താണെന്ന് നിങ്ങൾ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കിയെടുക്കണം. കാരണം നമ്മളിപ്പോൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് മദ്യപാനം എങ്ങനെ നിർത്താം, അല്ലെങ്കിൽ മദ്യപാനം നിർത്താനുള്ള റെമഡീസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ മാത്രമേ ഈ വീഡിയോയെ ഉൾക്കൊള്ളാൻ പാടുള്ളൂ. അല്ലാതെ എന്തിനു മദ്യപിക്കുന്നു വെച്ചാൽ അടിച്ച് പൂസാവാൻ വേണ്ടി വെള്ളം അടിക്കാൻ എന്നൊക്കെ കമൻറ്റ് നിങ്ങൾക്ക് പറയാം. പക്ഷെ ഞാൻ ഈ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് മാത്രം നിങ്ങൾ ആദ്യം ചിന്തിക്കണം. അതിനുശേഷം മാത്രം നമ്മളെ ആ രീതിയിൽ നെഗറ്റീവ് കമൻസിലൂടെ ഞങ്ങളെ ആക്ഷേപിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. അതായത് വളരെ ഇപ്പം ചിലർ പറയും ഒരു ദിവസം ഒരു പെഗ്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പെഗ്, അല്ലെങ്കിൽ 2 പെഗ്, ആഴ്ചയിൽ ഒരു ബിയർ എന്നൊക്കെ പലരും നമ്മുടെ കമൻസിലാണെങ്കിലും പലരും നമ്മളോട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ വളരെ ചെറിയ തോതിൽ കഴിച്ചാൽ പോലും നിങ്ങൾക്ക് ചെറിയൊരു ഹാങ് ഓവറായിട്ടോ നിങ്ങൾ കഴിക്കുമ്പോൾ ഉള്ള സാഹചര്യത്തിലാണ്. ഇപ്പം നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് അതൊരു ചെറിയൊരു കിക്ക് വരുന്നുണ്ടല്ലോ, അതൊരു ചെറിയൊരു ഫോഗി ഫീൽ, ഒരു ചെറിയൊരു ബൂസ് ആയിട്ടുള്ള എഫക്റ്റ്, പിന്നെ ഒരു ഹാങ് ഓവർ, അതൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് കഴിച്ചാലും ശരീരത്തിനുണ്ടാകുന്ന എഫക്ട്സ് കുറച്ചൊന്നുമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം മദ്യപിക്കുന്നവർക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലരും മദ്യപിക്കുമ്പോൾ മാത്രമല്ല, മദ്യപിക്കുന്നവർക്ക് മദ്യപിക്കാത്തപ്പോഴും അല്ലാത്തപ്പോഴും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നെന്ന് വെച്ചെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഉറക്കം കിട്ടത്തില്ല. ഇടയ്ക്ക് നമ്മൾ എഴുന്നേക്കും, പിന്നെ ഭയങ്കര പരവേശവും കാര്യങ്ങളൊക്കെ വരും. ഞാനിപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. മദ്യപിക്കുന്ന നമ്മൾ നിർത്തുന്ന കാലത്തെക്കുറിച്ച് നമ്മൾ ഉടൻ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതായിരിക്കും. സോ ദ ഫസ്റ്റ് ഇയേഴ്സ് ഓഫ് ദ നൈറ്റ്. മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്. നിങ്ങളുടെ ദഹന പ്രക്രിയനെ അത് വളരെ വലിയ രീതിയിൽ ദോഷം ചെയ്യത് മദ്യപാനം മൂലം. അത് നിങ്ങളാരും തിരിച്ചറിയുന്നില്ല ആക്ച്വലി. അതുപോലെ തന്നെ പിന്നെ ഒരുപാട് മദ്യപിച്ച് കഴിയുമ്പോൾ, അതായത് സ്ഥിരമായിട്ട് മദ്യപിക്കുന്നവർക്ക് വരും ഭാവിയിൽ, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുടെ പ്രശ്നങ്ങൾ വരും. ഓർമ്മക്കുറവുകൾ, അൽഷിമേഴ്സ് ഒന്നും അല്ലോട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ചെറിയ തോതിലുള്ള ഓർമ്മക്കുറവുകളും പ്രശ്നങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാവും. എനിക്കത് ഇടയ്ക്ക് സംഭവിക്കാറുണ്ട്. എത്ര പെഗ് അടിച്ചെന്നുള്ളത് ഞാൻ മറന്നു. അതെ, അതാ അങ്ങനെയാണ് എനിക്കും ഉണ്ട്.
ചിലപ്പോൾ അമിതമായിട്ട് മദ്യപിച്ചാൽ ഞാൻ എന്തൊക്കെ ചെയ്തു, ചില കാര്യങ്ങളൊക്കെ വീഡിയോ കാണുമ്പോൾ ഓർമ്മ കിട്ടത്തില്ല, അതെങ്ങനെ സംഭവിച്ചു. പക്ഷെ ഞാൻ ഈ പറയുന്ന ഓർമ്മക്കുറവ് ആ ഓർമ്മക്കുറവല്ല. നിങ്ങൾ നോർമലായിട്ട് ഇരിക്കുമ്പോൾ പോലും നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഓർമ്മയുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും. അതെല്ലാം മദ്യപാനത്തിന്റെ പ്രധാനപ്പെട്ട ദോഷങ്ങളിൽ ഒന്നാട്ടോ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഓവർ ആൻഷ്യസ് ആയിരിക്കും. എല്ലാ കാര്യത്തെക്കുറിച്ചും കൂടുതൽ നമ്മൾ എന്താ പറയാ, കൂടുതൽ ഭയങ്കര ഇതായിരിക്കും നമ്മൾ. അതെ, ഭയങ്കര കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കും. കാരണം അത് നമ്മൾ നിസ്സാര കാര്യമായിരിക്കും, പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ഭയങ്കര വലിയ തോതിൽ നമ്മൾ ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കും. സത്യസന്ധമായ കാര്യമാണ്. ഞാൻ ഉൾപ്പെടെ പറ്റിയിട്ടുണ്ട്, തനിക്കും അറിയാലോ. സോഡ വേണം, വെള്ളം വേണം, ഉത്കണ്ഠ എനിക്കുണ്ടാവും. വരുമ്പോ കോള ഒഴിച്ചടിക്കണം, അതെ, ഡ്രൈ അടിക്കണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യം. ബ്രാൻഡി വേണ്ട, റമ്മ് വേണ്ട, എന്ത് വേണം, അങ്ങനെയുള്ള ഭയങ്കര ഉത്കണ്ഠയാണ്. അപ്പോൾ ഡ്രങ്കൻജി അങ്ങനെ പറഞ്ഞത് ഒരു മറ്റൊരു കാര്യം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ അടിച്ചു പിറ്റായിട്ടൊക്കെ കിടന്നുറങ്ങി കഴിഞ്ഞിട്ട് രാവിലെ എണീക്കുമ്പോ സകലം മുടുമ്പോ അതെ പിന്നെയും ചിന്തയായിരിക്കും. സത്യം, അതിനാണ് ഈ ഉത്കണ്ഠ ഉണ്ടാകുന്നത്. അതല്ലോട് ഞാനിപ്പോ പറഞ്ഞത്. ഒരുപാട് അമിതമായിട്ട് മദ്യപിക്കുന്നത് മൂലം നമ്മളിപ്പോ മദ്യപിക്കാത്ത സാഹചര്യത്തിൽ പോലും നമുക്ക് നിസ്സാരമായിട്ടുള്ള സാഹചര്യത്തിൽ പല കാര്യത്തെക്കുറിച്ച് നമുക്ക് അമിതമായിട്ടുള്ള ഉത്കണ്ഠ ഉണ്ടാവും. അതൊക്കെ ഭയങ്കര ഭീകരമായ ഒരു സാഹചര്യങ്ങൾ. അതൊക്കെ അതുപോലെ തന്നെ ഓവർ ആൻസൈറ്റി പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡിപ്രഷൻ. മദ്യം കിട്ടാതെ വരുമ്പോൾ മാത്രമല്ല, നമ്മൾ പെട്ടെന്ന് തന്നെ ഡിപ്രഷൻ എന്നുള്ള സ്റ്റേജിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ മദ്യപാനം നമ്മൾ ശരിക്കും ഒരു അഡിക്റ്റായി പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒന്നിനോടും അങ്ങ് പെട്ടെന്ന് അങ്ങ് യോജിക്കാൻ പറ്റത്തില്ല. നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാണെങ്കിൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് സ്വമേധയാ നമുക്ക് ഫീൽ ആകും. ചിലപ്പോൾ നിസ്സാരമായിട്ട് പറഞ്ഞു തീർക്കാൻ പറ്റിയ കാര്യമായിരിക്കും. കേട്ടോ ഡ്രങ്കൻജി, നിസ്സാരമായിട്ട് പറഞ്ഞു തീർക്കാൻ പറ്റിയ കാര്യമായിരിക്കും. അതെ, രംഗം പറഞ്ഞു വെറുതെ റമ്മ വേണ്ട, ബ്രാൻഡി മതി. പക്ഷെ അപ്പൊ നിന്റെ ചില തീരുമാനങ്ങളോട് യോജിക്കാതെ വരും. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷെ നമുക്കൊക്കെ ഭയങ്കര ആൻസൈറ്റി മൂലം നമുക്കത് ഒരിക്കലും അതിനോട് യോജിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരും. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള റീസൺസ് ആയിരിക്കും, പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം അത് ഭയങ്കര വലിയൊരു കോൺഫ്ലിക്റ്റ് ആയിട്ട് വരെ മാറിയേക്കാം. ഇതെല്ലാം ഇതിന്റെ പാർശ്വ ഫലങ്ങളാണ്. സോ beware of alcohol drinking. സ്വയമേ ഒന്ന് ചിന്തിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എന്തോരമാണ് മദ്യപിക്കുന്നത്, അല്ലേ റണ്ണ? ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ കുടിക്കുന്നവർക്ക് കഴിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു പാറ്റേൺ ഉണ്ടാവും. ഇപ്പൊ ചിലപ്പോൾ 2 പെഗ്, 1.5 പെഗ്, അല്ലെ 3 പെഗ്, അങ്ങനെ ഇപ്പോൾ ഒരു കാലത്ത് എനിക്കൊരു പാറ്റേൺ ഉണ്ടായിരുന്നു, 2 പെഗും 1 ബിയറും. അതെന്റെ ഒരു സ്ഥിരമായിട്ടൊരു പാറ്റേൺ ആണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് പലർക്കും അറിയാം, സ്വയമേ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ കാര്യം അവർക്ക് എല്ലാവർക്കും ഓരോ പാറ്റേൺ ഉണ്ടാവും കഴിക്കുന്നതിനെ കുറിച്ച്, അല്ലേ? ഇപ്പൊ ഡ്രങ്കൻജിക്ക് ഒരു ദിവസം ഒരു ഫുള്ള് ഉദാഹരണം പറഞ്ഞ കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എങ്കിലേ നമുക്ക് അതിനുള്ള നമ്മുടെ ആ ഒരു വേയിലേക്ക് നമുക്ക് വരാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടോ, ഞാനിങ്ങനെ മദ്യത്തിയൊന്നും അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതിനെയൊന്നും ആശ്രയിക്കുന്നില്ല, ഇടയ്ക്കൊക്കെ മാത്രമേ കഴിക്കാറുള്ളൂ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ അതെല്ലാം സത്യസന്ധമായ കാര്യമാണ്. പക്ഷേ നമ്മൾ അറിയാതെയാണെങ്കിൽ നമ്മൾ മദ്യത്തെ ആശ്രയിക്കുന്നില്ല, സ്ഥിരമായിട്ട് കഴിക്കുന്നില്ല. സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നിങ്ങളിപ്പോ ചിന്തിക്കുകയാണ്, ഇപ്പോ നിങ്ങൾ മദ്യപാനം നിർത്താനായിട്ട് ചിന്തിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചില സമയത്തൊക്കെ ഒരു കൊതി വരും. ഇപ്പൊ ഒരുപാട് ദാഹിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഇതുപോലെ തണുത്ത സാധനമൊക്കെ അടിക്കണം, അല്ലെങ്കിൽ അല്ലേട്ടാ എനിക്ക് തോന്നില്ല, ദാഹിച്ചൊക്കെ ചിൽഡ് ബിയർ അടിക്കാനൊക്കെ തോന്നില്ല. അത് അതിന്റെ ഭാഗമാണ്. ആ ഒരു ക്രാവിങ്സ് പോലെ നിങ്ങൾ എത്രയാണെന്ന് പറയും, അങ്ങനെ ക്രാവിങ്സ് പോലെ കഴിക്കുന്നവർ. അപ്പൊ ചെറിയൊന്ന് ഓറാണ്, ചെറുതായിട്ടൊന്നും പിന്നിച്ചേക്കാതെ, ഇതുപോലെ ചെറുതോളം പിന്നിച്ചേക്കാതെ വിചാരിക്കും. ട്രിഗർ ചെയ്യുന്നു, ഐഡന്റിഫൈങ് ട്രിഗേഴ്സ്. നമുക്ക് ആ ഒരു മദ്യപിക്കണം എന്നുള്ളൊരു കാര്യം നമ്മുടെ മനസ്സിനെ ഉണർത്തിക്കുന്നു. ആ ഒരു കാര്യം ഇങ്ങനെ ട്രിഗർ ചെയ്ത് വിടുന്ന ആ ഒരു കാരണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലായോ? അത് വെള്ളം അടിക്കുന്ന രീതിയിലേക്ക് അത് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ടാവുമല്ലോ. നമ്മൾ വണ്ടി പോകുമ്പോഴത്തേക്ക് ഒരു ബാർ കാണും, നമ്മളതിന്റെ ബാർ എന്ന് മാത്രം അത് വായിച്ചു കഴിയുമ്പോ തന്നെ അതെ, ഡ്രങ്കൻജി പലപ്പോഴായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം. ഇവിടുന്ന് വണ്ടി എടുത്ത് എറണാകുളം പോകുമ്പോൾ തന്നെ അത് ഞാൻ പറയുമ്പോൾ പ്രത്യേകിച്ച് കൊച്ചി ട്രിപ്പുകളിൽ ഡ്രങ്കൻജിയുടെ സംസാരം അതാണ്. അത് വീഡിയോക്കകത്ത് ഉണ്ട്, പല വീഡിയോസിലും. അതെ, ഓർമ്മ അടിച്ചാൽ തോന്നല് വരും. അതെ, അതുപോലുള്ള കാരണങ്ങൾ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങൾക്ക് മദ്യപിക്കണം എന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളോട് പറയാനുള്ള കാരണങ്ങൾ എന്താണ് നിങ്ങൾ തന്നെ സ്വയമേ കണ്ടെത്തണം. ഇപ്പൊ നിങ്ങളുടെ മാനേജർ നിങ്ങളെ ചീത്ത വിളിച്ചു, അതിന്റെ പേരിൽ മദ്യപിക്കുന്നവരുണ്ട്.
ചിലപ്പോൾ ഒരു ലവ് ബ്രേക്കേജ് ഉണ്ടാവുമ്പോൾ യു വിൽ ഗോ ഫോർ ഡ്രിങ്കിങ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റായ ഒരു കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് നിങ്ങൾ കരുതിയാൽ മതിയോ. പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട. കാരണം എനിക്കത് നമ്മൾ ഒരുപാട് കാണുന്നതാണ്. ഇപ്പൊ ഒരുത്തർ തേച്ചിട്ട് പോയി അവൻ ഉടനെ മദ്യത്തിന് അടിമ, കഞ്ചാവിന് അടിമ, ഡ്രഗ്സിന് അടിമ, എന്ത് തേങ്ങയ്ക്കല്ലോ. അതിനോടൊപ്പം ഒരിക്കലും യോജിക്കരുത്. നിങ്ങൾ കണ്ടവൾ നിങ്ങളെ നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ തെറ്റ്. അങ്ങനെ കേട്ടോ, അവള് തേച്ചിട്ട് പോയെന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മദ്യത്തിനും ഡ്രഗ്സിനും കൊടുത്ത് നിങ്ങൾ നശിക്കുന്നതിന് അവള് സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ കാര്യം അതൊന്നുമല്ല, അത് വിഷയത്തിന് തന്നെ മാറി. ഈ വിഷയത്തിലൊക്കെ ഞാൻ കത്തി ജ്വലിക്കും. എനിക്കത് ഒട്ടും താല്പര്യമില്ല. ഇതെല്ലാം കേട്ട് താങ്കൾക്ക് മദ്യപാനം നിർത്തണം എന്നുള്ള തോന്നൽ വന്നിട്ടില്ല. അതിനെന്താ നിർത്താത്ത? അല്ല, ഇത് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എപ്പോഴാണെങ്കിലും നിർത്താം. വിഷയമില്ല. അതെ, അതുകൊണ്ട് അതിന്റെ ഒരു പേടിയില്ല. ഇന്ന് നിർത്താം. അതെ, ഇന്ന് നിർത്തി നാളെ തുടങ്ങും. അതാണ് വേണ്ടെന്ന് വെച്ചാൽ വേണ്ടെന്നില്ല, അത്ര ഇത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മദ്യപാനം നിർത്തുമ്പോൾ നിങ്ങളുടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കൺസിഡർ യുവർ അപ്രോച്ച്. നമ്മൾ ആ ഒരു നിർത്താൻ, അതെ, മദ്യം നിർത്തുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ അതിനെ സ്വീകരിക്കുന്നത്, നമ്മൾ അതിനെ സമീപിക്കുന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾ വളരെയധികം ശ്രദ്ധ വേണം. പിന്നെ അതുപോലെ തന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ടോക്ക് അബൌട്ട്, അതെ, അതിനെക്കുറിച്ച് സംസാരിക്കുക. നിങ്ങൾ ആൽക്കഹോൾ ഡ്രിങ്കിങ് ക്വിറ്റ് ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾ മദ്യപാനം നിർത്താൻ പോവുകയാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ പറയുക. മനസ്സിലായോ? ചിലർക്കൊക്കെ അത് പറ്റുന്നില്ലായിരിക്കും. കാരണം ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു അപമാനം കാരണം നിങ്ങൾ ചിലപ്പോൾ ചെയ്യുകയും, പക്ഷേ അതൊരു വൈറ്റൽ പാർട്ടാണ്. നിങ്ങൾക്ക് ഒരുപാട് മോട്ടിവേഷൻ തരാൻ, നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് അതെല്ലാം തരാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആവാം, യുവർ ലവ്ഡ് വൺസ്, എനിവൺ മേ ബി. നിങ്ങൾക്ക് അതൊരു തികച്ചും ഒരു ബാക്ക് ബോൺ ആവും. നിങ്ങൾക്ക് സാഹചര്യങ്ങളിൽ നിങ്ങൾ തളർന്ന് പോവാതിരിക്കാൻ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് പേരെ നിങ്ങൾ ഏറ്റവും അടുപ്പമുള്ളവരോടെങ്കിലും ഒന്ന് പറയുക, നിങ്ങൾ ഇതുപോലെ മദ്യപാനം നിർത്താൻ പോവുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പലരെയും അലട്ടുന്നൊരു കാര്യമായിരിക്കാം. കാരണം നമ്മളിപ്പോൾ വെള്ളവടി നിർത്താൻ പോവുക, ഇപ്പം നമ്മളല്ലേ, ഇപ്പം ഞാനും ഡ്രങ്കനും കൂടി ഒന്ന് കഴിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുക, നിങ്ങളും ചിന്തിച്ചു നോക്കി, ഞാനും ഡ്രങ്കനും കൂടി ഒന്ന് കഴിക്കുന്നു. അപ്പം ഞാൻ ഒരു ദിവസം കഴിപ്പിൽ നിർത്തി, നിക്കേ കുറെ നാളെ അറപ്പിച്ചിട്ട്, അപ്പോൾ ഞാനും ഡ്രങ്കനും കൂടെ സ്ഥിരമായിട്ട് കഴിക്കുന്നത്. അപ്പം ഞാൻ ഒരു ദിവസം അങ്ങ് കട്ട് ഓഫ് ചെയ്തു, ഇനി കുടിക്കുന്നില്ല. അപ്പൊ ഡ്രങ്കൻ സ്വാഭാവികമായിട്ടും ചോദിക്കും, എടാ അതെന്ത് പറ്റിയടാ നീ നിർത്താനായിട്ട്, ചോദിക്കത്തില്ലേ? ഉറപ്പായിട്ടും ആരാണെങ്കിലും ചോദിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വരും പറയാനായിട്ട്. ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ നിർത്തിയത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നൊക്കെ നമുക്ക് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് റെഡി ടു ഗോ ആൻസർ എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഞാനിപ്പോൾ ഇത് പറയുന്നത് വെച്ചാൽ നമ്മൾ ആ ഒരു ഇത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവത്തില്ല ഞാൻ പറയുന്നത്. കാരണം നമ്മൾ മദ്യപാനം നിർത്താൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വരും ആ ഒരു പാത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ, മദ്യപാനം നിർത്തുന്നതിനെ കുറിച്ച് നിർത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങ് എങ്ങനെയാണോ പോകുന്നത്, അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരുപാട് ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാണത്. ചോദ്യം മാത്രമല്ല, ആ സമയത്ത് ഒരുപാട് ഓഫറുകൾ വരും. അതെ അതെ, സത്യമാണ് പറഞ്ഞത്. ഫ്രണ്ട്സ് ആയാലും ആരായാലും കമ്പനിക്കാരും ഓഫറുകൾ വരും. അപ്പൊ നമ്മൾ തന്നെ ടെംപ്റ്റേഷൻ, അടുത്ത ആഴ്ച എവിടെയാണ്, അതെ ഈ ആഴ്ച ഇങ്ങനെ പോട്ടെ, അടുത്ത ആഴ്ച കൊണ്ട് നിർത്തും. ഒരു കാര്യമാണ്, കറക്റ്റ് കാര്യമാണ് റങ്കൻജി പറഞ്ഞത്, സത്യം. അപ്പൊ നമ്മൾ എന്താണ് നിർത്തിക്കളി, എന്ത് പറ്റിയിടാന്നൊക്കെ ചോദിക്കും, വല്ല കുഴപ്പമില്ല. നിങ്ങളിപ്പോ പറയും ഞാൻ എന്റെ ഹെൽത്ത് നോക്കാൻ തുടങ്ങി, അതുകൊണ്ട് ഞാനിത് നിർത്തി. സിമ്പിൾ. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ എനിക്കിപ്പോ എന്റെ ഈ മദ്യപാനം മൂലം, അല്ലെങ്കിൽ മദ്യപിച്ചുകൊണ്ട് എനിക്ക് കിട്ടുന്ന ആ ഒരു സുഖം, കിട്ടുന്ന ഒരു സുഖം അത് വേണം. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഈ പറയുക എനിക്കിപ്പോ മദ്യപിച്ചുകൊണ്ട് എനിക്ക് ആ ഒരു ഫീല്, അല്ലെങ്കിൽ എനിക്ക് അതിനോടൊക്കെ താല്പര്യം ഇപ്പൊ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് അവോയ്ഡ് ചെയ്യും. കൂടുതലൊന്നും സംസാരിക്കാതെ കോൺവെർസേഷൻ തീർച്ചയായിട്ടും സന്തോഷം കിട്ടുന്ന മറ്റുള്ള കാര്യങ്ങളിലേക്ക്. അതെ, ഡ്രങ്കൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പരിപൂർണ്ണം. ഡ്രങ്കൻ കറക്റ്റ് പോയിന്റാ പറയുന്നത് കേട്ടോ, കറക്റ്റ് പോയിന്റ് ഡ്രങ്കൻ പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ പറയേണ്ടത് റിമൂവ് ആൽക്കഹോൾ. ചില ആൾക്കാർ, എല്ലാവരുടെയും വീട്ടിലും ചിലരുടെയെങ്കിലും വീട്ടിൽ സ്ഥിരമായിട്ട് മദ്യപിക്കുന്നവരാണെങ്കിൽ കൂടുതലും അത് ഏജിലായിട്ടുള്ള ആൾക്കാർ, അതായത് വീട്ടിൽ മദ്യപിക്കുന്നത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരുടെ വീട്ടിൽ സ്ഥിരമായിട്ട് മദ്യം ഉണ്ടാവും. അതൊക്കെ എപ്പോൾ വേണമെങ്കിലും മദ്യം കുടിക്കാം എന്നുള്ള രീതിയിൽ അവരുടെ വീട്ടിൽ മദ്യം ഉണ്ടാവും. നമ്മളിപ്പോ ആരാണെന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ ഓരോരുടെ വീട്ടിലെ സാഹചര്യങ്ങളാണല്ലേ. അവരുടെ വീട്ടിൽ മദ്യം എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ആ മദ്യം അങ്ങ് കടന്നു കളയും.
കുപ്പിയെല്ലാം കൊണ്ട് കൊടുക്കാൻ അതെ. അപ്പോൾ വീട്ടിൽ മദ്യം സൂക്ഷിക്കാതിരിക്കുക. കാരണം നമ്മൾ പറയുന്ന ആ സെൻസിൽ എടുക്കണം. പിന്നെ നമ്മുടെ ചിന്ത വരുന്നത് എന്താണ്, കടയിൽ പോയി മദ്യം ക്യൂ നിന്ന് മേടിക്കണം അല്ലെ എന്നൊക്കെ ഒരു. കാരണം സ്ഥിരമായിട്ട് വീട്ടിൽ മദ്യം സൂക്ഷിച്ച് മദ്യം അടിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വീട്ടിൽ മദ്യം ഇല്ലാതെ വരുമ്പോൾ പിന്നെ അടുത്ത ഓർഡർ എങ്കിൽ വന്ന് കടയിൽ പോയി മേടിക്കണം, അല്ലെങ്കിൽ ക്യൂ നിന്ന് മേടിക്കണം എന്നുള്ള രീതിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു മടി തോന്നും. കാരണം സ്ഥിരമായിട്ട് വീട്ടിൽ നിന്ന് അടിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ഒരു മടി തോന്നും. അപ്പോൾ അത് നിങ്ങളെ ഒരു മദ്യപിക്കുന്നതിൽ നിന്നൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. ഫൈൻഡ് എ ഗോട്ട് ടു ഡ്രിങ്ക്. അതായത് ഇപ്പൊ മദ്യപിക്കുന്ന ഒരാൾക്ക് മദ്യം നിർത്തുകയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ അതിന്റെ ഡയറക്റ്റ് ആൾട്ടർനേറ്റീവ് മദ്യം കഴിക്കുന്നതിന് പകരം മറ്റെന്തെങ്കിലും ആ സമയത്ത്, അതായത് മദ്യം കഴിക്കണം എന്നുള്ള ട്രിഗർ നിങ്ങൾക്ക് വരുമ്പോൾ മറ്റെന്തെങ്കിലും കഴിക്കണം. അത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഉദാഹരണത്തിന് പറയുമെങ്കിൽ ഒരു ഫ്ലേവേർഡ് സോഡയാവാം, മനസ്സിലായി? സാധാരണ ഒരു കാർബണേറ്റഡ് സോഡയാവാം. ഒരു നമ്മുടെ സാധാരണ സോഡ, നമ്മൾ ഇപ്പൊ മദ്യത്തിന് ഒഴിക്കുന്ന ഒരു സോഡ ഒരു ഗ്ലാസ് ഒഴിച്ച് കുടിക്കുക. സത്യമായിട്ടുള്ള കാര്യം, സത്യം. അതങ്ങനെ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. നിങ്ങൾ നിസ്സാരമായിട്ട് കാണും, പക്ഷേ ഞാൻ ഇതുപോലെ ഒരു പേരടിക്കാൻ വേണ്ടി ഇറങ്ങി കിടന്നപ്പോഴത്തേക്ക് ഓർമ്മയുണ്ട, നീ ഇറങ്ങി ബീച്ചിൽ പോകാന്ന് പറഞ്ഞ് കൂടാൻ വേണ്ടി സത്യം എന്റെ സകലം മൂന്നും അത് സത്യസന്ധമായ കാര്യമാണ്. കാരണം നമ്മളിപ്പോ ദാഹിച്ചിരിക്കുമ്പോൾ ഒരു ബിയർ അടിക്കാൻ തോന്നും. നമ്മൾ നല്ല തണുത്ത വെള്ളം അല്ലെങ്കിൽ സാധാരണ വെള്ളം നമ്മൾ കുടിച്ചാൽ മതി. നമ്മൾ വയറൊന്നും ഇരുന്ന് ആ ദാഹം അങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ ബിയർ വേണമെന്ന് വെച്ചാൽ ബിയർ വേണ്ടതേ വേണം. ഇതിനുള്ള വകുപ്പില്ല, അതിനടിക്കാനൊന്നും വകുപ്പില്ല. അത് ഇവരിക്ക് പറഞ്ഞു തന്നു. ഞാൻ അപ്പൊ എന്റെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി അടിക്കാൻ പോവാ. അതെ, മാകേറെന്ന് പറഞ്ഞു. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈസി ആയിട്ടുള്ള കാര്യം ഇപ്പൊ മദ്യപിക്കാനൊക്കെ തോന്നുന്ന സാഹചര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് മദ്യപിക്കുന്ന ഒരു ഫീല് വരുന്നത്. അപ്പൊ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ എൻഗേജ്ഡ് ആവുക. ഒരു സിനിമയ്ക്ക് പോവുക, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊന്ന് കൂടുക. അതായത് മദ്യപിക്കുന്ന കൂട്ടുകാരുമായിട്ടല്ല, ജസ്റ്റ് മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആവുക. അപ്പൊ നിങ്ങൾ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾ വിട്ടു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കുള്ള പ്യുവർ ആൽക്കഹോൾ അഡിക്ഷന്റെ കാര്യത്തിൽ ഇത് പറ്റുന്നില്ല. പക്ഷേ സാധാരണ തോതിൽ മദ്യപിക്കുന്നവർ അവർ നിർത്തണമെന്ന് തോന്നുമ്പോൾ ഇങ്ങനെ രീതി ചെയ്താൽ നിസ്സാരമായിട്ട് നിർത്താൻ പറ്റും. അത് ഗ്യാരണ്ടീഡ് ആണ്. ഇത് നമ്മുടെ ആൽക്കഹോളിന് ഏകദേശം അഡിക്റ്റ് ആയ ആൾക്കാർക്ക് വേണ്ടിയുള്ള പോയിന്റുകളാണ്. അതെ, വരും അഡിക്ഷനും എല്ലാം കൂടി ഉപകരിക്കുന്ന കാര്യം. പ്രിപ്പയർ ഫോർ ആൽക്കഹോൾ ഡീറ്റോക്സ്. അതായത് മദ്യത്തിന് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നവര് ഇപ്പൊ എല്ലാ ദിവസവും വെള്ളം അടിക്കണം, അല്ലെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ അവർക്ക് പറ്റത്തില്ല എന്നുള്ള സാഹചര്യത്തിലുള്ള ആൾക്കാര് ഒരു ദിവസം കൊണ്ട് ഒരു മദ്യത്തിന്റെ ഒരു വെളിവാടുണ്ടായി, ഇനി വെള്ളം അടിക്കണ്ട, ഇനി നിർത്താം എന്നുള്ളൊരു തോന്നുന്നുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നൊക്കെ അറിയാം. സാമ്പത്തികമോ? കാശ് വേണമല്ലോ. എന്ത് മദ്യം നിർത്താൻ? അല്ല, സ്ഥിരമായിട്ട് വെള്ളം അടിക്കുന്നവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് നടക്കുമ്പോൾ ശരിയാ, നാളെ അടിക്കാൻ കാശില്ല, കാശ് വേണം, കാശുണ്ടെങ്കിലേ വെള്ളം അടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മള് അതെ അല്ലേ, പിന്നെ അടിക്കുകയും ചെയ്യണം, അവരുടെ കാശുമില്ല, കാശുണ്ടാവില്ല. ഒരു സാധനം മേടിക്കണം, കാശ് കിട്ടു തരാൻ പറയും. അവർ ക്യൂ നിന്ന് മേടിച്ചിട്ട് വരും. എത്ര നേരം അവർ ക്യൂ നിൽക്കി കൊടുക്കണം. അപ്പൊ അവന്മാര് അതെ, 10 പേരാകുമ്പോ 50 രൂപയായി. കുറെ പൈസ മേടിക്കാതിരിക്കും, അവന്മാരവിടെ കിടന്ന് ഉറക്കുന്നുണ്ട്. ആൽക്കഹോൾ ഡീറ്റോക്സ്. അവരായിട്ട് തന്നെ മദ്യം നിർത്തുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആൻസൈറ്റിയാണ്, ഭയങ്കര ഉത്കണ്ഠ വരും ആ സമയമാകുമ്പോൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എന്തായാലും അറിയാത്തവർക്ക് വേണ്ട ഒരു ബോധവത്കരണമാണ് ഞങ്ങൾ ഈ ചെയ്യുന്നത്. ഭയങ്കര ഉത്കണ്ഠ വരും. അതുപോലെ തന്നെ തലവേദന. എനിക്കും അങ്ങനെ എനിക്കറിയില്ല. എന്റെ കാര്യം പറഞ്ഞു, ഞാനങ്ങനെ ഒരു അഡിക്റ്റ് അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഡിക്റ്റ് ആവണ്ട അല്ലേ, എനിക്കതുകൊണ്ട് അത് ഫീൽ ചെയ്തില്ല. അപ്പൊ ഞാനിപ്പോ ഗൂഗിൾ റെഫറൻസ് വെച്ച് ഭയങ്കര നമ്മൾ സിനിമയിലാണ് കാണുന്നതാണ്. നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് എന്തുവാണ്, കൈ വിറയൽ അല്ലെ, മദ്യം കിട്ടാതെ വരുമ്പോൾ ആ സമയത്ത് വിറയ്ക്കും. രാവിലെ തന്നെ വിറയ്ക്കുന്നവരുണ്ടാവും. അവരുടെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മദ്യമായിരിക്കും. അതിന് മുമ്പ് തന്നെ ഈ ഒരു 5 മണി 4 മണി 4:30 ഒക്കെ പോയി കഴിക്കുന്നവരുണ്ട്. എവിടെ പോയി കഴിക്കും? ഇങ്ങനെയൊക്കെ മേടിച്ചു കൊടുക്കുന്നവന്മാരെ കാണൂല, എവിടെയെങ്കിലും സാധനം മേടിച്ചു വെച്ചേക്ക്, അങ്ങനെയൊക്കെ ഭയാനകമായ വേർഷൻ അല്ലേടോ. അപ്പൊ അത് പിന്നെ ഭയങ്കര ക്ഷീണം ഫീൽ, ശരീരം തളർന്നു പോകുന്നൊരു ഫീൽ. അതുപോലെ തന്നെ
ഇപ്പൊ ചെയ്യാൻ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ മദ്യപാനം നിർത്താനുള്ള രീതിയിൽ നിങ്ങൾ ഈ രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സെൽഫായിട്ട് ഈ മദ്യപാനം നിർത്താൻ സാധിക്കത്തില്ല. കാരണം മദ്യത്തിന് അടിമയായിട്ടുള്ള ആർക്കും സ്വയമേ ഒരിക്കലും മദ്യം നിർത്താൻ സാധിക്കത്തില്ല. അത് തികച്ചും പരിപൂർണമായിട്ടും ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ, അതായത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മാത്രമേ അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അവര് പറയുന്നത് എന്താണെന്നറിയാം, ആദ്യം നീ പോയി വെള്ളമടി നിർത്തിട്ട് വന്നിട്ട് പറയണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വെള്ളം അടിക്കുമെങ്കിൽ ഞാൻ പരിപൂർണമായിട്ടും റെസ്പോൺസിബിളി മാത്രമേ ഞാൻ ഡ്രിങ്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ 2-2.5 വർഷം നിങ്ങളുടെ ചാനലിന് മുമ്പ് നമ്മുടെ മുമ്പിൽ കഴിച്ചിട്ട് എനിക്കൊരു തേങ്ങയും പറ്റിയിട്ടില്ല. ഇത് വയറ് ചാടി, അത് ബീറടി കൊണ്ട് മാത്രം. നമ്മൾ പറയേണ്ട തന്നെ ഒരു കാര്യം, പരിപൂർണമായിട്ടും ഓരോ തുള്ളി മദ്യവും ഹാനികരം മാത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ശരീരത്തിന് വെരി മെയിൻറ്റെയിൻഡ് ആക്കണം. ഇപ്പൊ ഈവൻ ജിമ്മിലൊക്കെ പോയി കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരം നല്ല ഫിറ്റ് ആൻഡ് പെർഫെക്റ്റ് ആവും. അതിലൂടെ തന്നെ മദ്യപാനം നിർത്താനുള്ള ഏറ്റവും നല്ല പവർ നിങ്ങൾക്ക് വരും. ഒരു മെന്റൽ കപ്പാസിറ്റി, മെന്റൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് വരും. അതുകൊണ്ട് വർക്കൗട്ട് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിസിൻ ടു ക്വിറ്റ് ഡ്രിങ്കിങ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഞാനിപ്പോ ജിമ്മിൽ പോകാൻ പോകുന്നുണ്ട്, രംഗനിപ്പോൾ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഞാനത് പോകുന്നത് എൻ്റെ വയറ് കുറയ്ക്കാൻ വേണ്ടിയാണ്, അല്ലാതെ എനിക്ക് അങ്ങനെ മെന്റൽ കപ്പാസിറ്റി, മെന്റൽ സ്ട്രെങ്തിന് വേണ്ടിയല്ല ഞാനിപ്പോൾ. എനിക്ക് എപ്പോൾ വേണമെങ്കിലും മദ്യപാനം നിർത്താം. ആൻഡ് ടിപ്പിക്കലി കോൺഫിഡൻറ്റ് ഇൻ വാട്ട് ഐ ഡു. എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാം. എപ്പോഴും നിങ്ങൾ ആവശ്യമായ വെള്ളം, സാധാരണ പ്യുവർ വാട്ടർ നിങ്ങൾ കഴിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്സ് മാത്രം കഴിക്കുക. നിങ്ങൾ വിശന്നിരിക്കാതെ, നിങ്ങളൊരു ഇപ്പോൾ ലഞ്ച് ആയാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഒന്ന് സ്കിപ്പ് ആവാതെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടൊക്കെ ബാലൻസ്ഡ് ആയിട്ട് കഴിച്ചു. അതെ, നമ്മളിപ്പോൾ ഈ നമ്മുടെ ഇത്ര കുറഞ്ഞ പോലത്തെ അടിക്കായിട്ടുള്ള ആരുമില്ല. അവർക്ക് ആൾക്കാർ മാത്രമേ നമ്മുടെ മുഴുവൻ എല്ലാ കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരുന്നതുകൊണ്ട് ഇതും നമ്മളങ്ങ് പറയുന്നത് തീർച്ചയായിട്ടും. എടാ സന്ദീപൻ, എൻ്റെ ഒരു ബിയർ ഉണ്ട് പഠിച്ചു, അതിന് കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു ബിയർ ഗ്ലാസ് കൊണ്ടുപോവാ, ഒരു ബിയർ ഗ്ലാസ് കൂടെ കൊണ്ടുപോവാം. ഇവിടെ കൂടെ കൊണ്ടുവന്നാൽ മതി. To eradicate alcohol drinking. അപ്പൊ എന്റെ മാജിക് തീർന്നതിന് മുമ്പ് നമ്മുടെ ബ്രോ നമുക്ക് ഇന്ന് അടിച്ചതിന്റെ ബാക്കിയായിട്ടാ, ഒന്നും തോന്നില്ല, പഴയതൊന്നും അല്ല. പണ്ടൊരു വീഡിയോയിൽ ഇതുപോലെ പകുതിക്ക് വെച്ചത് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ മദ്യപാനം നിർത്തുന്നതിന്റെ ആ ഒരു പാത്തിലൂടെ പോകുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ മദ്യപിക്കാൻ നിങ്ങളുടെ മനസ്സ് തന്നെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ, ആ ഒരു സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. മനസ്സിലായോ? പറഞ്ഞു പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു പേടിപ്പിക്കുന്നത് നമ്മൾ വെള്ളമായിട്ട് നിർത്താൻ നമ്മൾ സഹായിക്കുകയാണ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു നോട്ടായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. ഞാനിപ്പോ പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നു, ഡ്രങ്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നി. ജീവിതത്തിലെ കണക്കുകൾ പോലെ എഴുതാൻ സമയമില്ല മനുഷ്യൻ. വേണേ വെള്ളമടി നിർത്തിയാൽ മതി. വേണ്ടെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിലായി. അതാരും ചിന്തിക്കത്തില്ല അതിനെ കുറിച്ച്. അങ്ങനെ ചിന്തിക്കും. വെള്ളം അടിക്കാൻ എളുപ്പമാണ്. വേണ്ടെന്ന് വെച്ചാൽ നമ്മള് നിർത്തും. നമ്മളങ്ങനെ പറയും. പക്ഷേ അതല്ല ഞാൻ പറഞ്ഞത്. നമ്മളല്ല എല്ലാവരും, പലർക്കും പല രീതിയിലാണ്. നമ്മളിപ്പോ നമുക്ക് നിസ്സാരമായിട്ട് നമുക്ക് വേണമെന്ന് വെക്കാം. നമ്മൾ അടിക്കാം. ഇവരുടെ മുമ്പിൽ നോക്കണം, നമ്മൾ ഏറ്റവും വലിയ കുടിക്കാരന്മാരെ നമ്മൾ അല്ല, ഇവരുടെ മുമ്പിൽ അങ്ങനെ പലരുടെ മുമ്പിൽ. അതെ, അത് ശരിയാണ്. നല്ലൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. നേരത്തെ മറിച്ചിട്ട് അത് വീഡിയോക്കകത്ത് വന്നില്ല. ഒരു പെഗ് തന്നെ ഞാൻ മറിച്ച് കളഞ്ഞു. അതവിടെ കിടപ്പുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറയുന്നത് ആവശ്യക്കാർക്ക് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഫേസ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ജേണലിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. താൻ വേണ്ടി നിർത്താൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടിയുള്ള വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. ചില ദിവസം കമന്റിന്റെ അകത്ത് അത് നിങ്ങൾ അയച്ചു കൊടുക്കുക. മുന്നേ അത് വായിച്ചിട്ട് അതിന് ടിക്കറ്റ് തരും, മാർക്കിട്ട് തരും.
അത് പുള്ളി പറയും നിങ്ങൾ എവിടം വരെ എത്തി മദ്യപാനത്തിന്റെ അതെ, എവിടം വരെ എത്തി എന്നുള്ള പുള്ളി പറയുന്നത് പാസ്സാകാറായി. അതെ, അവരിപ്പൊ നിർത്തും, എന്നിട്ട് പാസ്സായി കഴിയുമ്പോഴാ നമുക്കൊരു കുപ്പി പൊട്ടിച്ച് ആഘോഷിക്കാൻ. അതിന്റെ ഒരു ക്ലബ് സോഡ എടുത്ത് കുടിച്ച് നോക്കും മോനെ, വീടടിക്കാൻ തോന്നുമ്പോ അത് അടിച്ച് തീരുമാനം തോന്നുന്നില്ല. സെൽഫ് എക്സ്പീരിയൻസ് മക്കാനെ വീടടിക്കാൻ കൊതിച്ചിട്ട് ചെന്നിട്ട് 1-ാം തീയതി തണുക്കാത്ത ബീറായാലും കുഴപ്പമില്ലെന്ന് ചോദിച്ചിട്ട് കിട്ടിയില്ല. ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പിന്നെ ആ സാഹചര്യങ്ങളിൽ പെപ്സി, കൊക്കക്കോള, പെപ്സി അതും കുടിക്കണം ഞാൻ പറഞ്ഞില്ല. നല്ലൊരു സോഡ സർബത്തിട്ട് കുടിച്ചാ പിന്നെ ഒരു തോന്നലും വരത്തില്ല. കാര്യം പറയാം, മദ്യപാനം നിർത്തുന്ന കാര്യം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല. മദ്യം കഴിക്കുമ്പോൾ കിട്ടുന്ന കിക്ക് പല രീതിയിലായിരിക്കും എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരുപോലെ അല്ല ഈ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ലെറ്റ് ദം നോ, അറിയിക്കുക നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തരായവരെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളവരെ, നിങ്ങളുടെ ഫാമിലി. അതാണ് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ. ഞാൻ കുറെ പ്രാവശ്യം അറിയിക്കായിരുന്നില്ല, ഞാൻ വെള്ളോടി എന്നിട്ട് അതിനൊരു പറഞ്ഞില്ല. അതെ, ഡ്രങ്കൻ ചിരിപ്പിക്കും. പറയണ്ടേ, നമ്മൾ ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ഹെൽപ്പ് ചൂസ് ചെയ്യുക. അതിന് ഒരു തെറ്റും ഇല്ല ആ കാര്യത്തില്. തീർച്ചയായിട്ടും ഹെൽപ്പ് ചൂസ് ചെയ്യുമ്പോ പറയും നമുക്ക് രണ്ടെണ്ണം അടിച്ചിട്ട് അതിനെ കുറിച്ച് അതെ, അടിച്ചിട്ട് ഫസ്റ്റ് ടീമിനെയൊക്കെ വിളിക്കുന്നു അല്ലേ. അപ്പൊ ഗൈസ്, അതാണ് ഞാൻ പറഞ്ഞത്, പുറമേ നിന്നുള്ളൊരു സപ്പോർട്ട് നമുക്ക് എപ്പോഴും വേണം. അതായത് നമുക്കിപ്പോ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കിപ്പോ സെൽഫായിട്ട് നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല മദ്യപാനം നിർത്തുക എന്ന് പറയുമ്പോൾ. അത്ര ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല. അല്ല, അത് ഓർമ്മ പണ്ട് നടന്നിരുന്ന എല്ലാവർക്കും നമ്മൾ ബസ് സ്റ്റാൻഡിന്റെ അവിടുത്തെ അതെ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞത് അത് ഓർമ്മയുണ്ടല്ലോ. നീ കഴിക്കുന്നുണ്ടില്ല, അപ്പൊ നീ കഴിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ചോദിച്ചു എനിക്ക് സമയമൊന്നുമില്ല, എത്രയും പെട്ടെന്ന് കഴിച്ചിട്ട് വരണം. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ നിപ്പനടിയായിരിക്കും പെട്ടെന്ന് വരുമെന്ന് പറയും. അതാണ് നീ അവിടെ വണ്ടി കയറി. അപ്പൊ എന്താ പ്ലാൻ? ഞാൻ പറഞ്ഞു കഴിക്കുന്നു അവിടെയൊന്നും പറഞ്ഞു വരുന്നെന്നും പറഞ്ഞു. ഓക്കെ, ഞാൻ പോയി അവിടെ പോയി ബില്ലടിച്ച് തിരിഞ്ഞു നോക്കുമ്പോ എന്താ പ്ലാൻ വീണ്ടും ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു അടിച്ചിട്ട് എന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെയൊക്കെ ഉറവിടി പറ ഉറവിടി പറയാം. അതുകൊണ്ട് പെട്ടെന്ന് ഉറവിടി പറഞ്ഞിട്ട് പണയൊന്നും പറഞ്ഞ് അടിച്ചില്ല. അത് അടിക്കുന്നില്ലെന്നും പറഞ്ഞ് നടന്ന ഒരു വ്യക്തിയാണ് അല്ലേ. അതെ, എനിക്ക് ഇന്ന് പറ്റത്തില്ല, നടക്കത്തില്ല എന്നും പറഞ്ഞ് നടന്നത്. എന്റെ കൂടെ വന്നതാ, വേറെ ഞാൻ പോയി വാങ്ങിച്ചു എന്ന് പറഞ്ഞ് വന്നത് ആണ്. അപ്പൊ ഇങ്ങനെ പറയുന്ന നമ്മൾ ഈ പറഞ്ഞു വന്നതിനോട് സമയമാണ്. ഇപ്പൊ ആരെങ്കിലും നമ്മള് ഇന്ന് അടിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ഏതെങ്കിലും പ്രേരിപ്പിക്കുന്ന തെണ്ടികളുണ്ടാവും. ഉണ്ടാവും, പറയാൻ പറ്റുന്നില്ല. അതെ, അപ്പൊ അങ്ങനെയുള്ള പന്നുകൾ അപ്പോഴേ പാക്ക് ചെയ്തേക്കണം. അതെ, അവര് പറഞ്ഞ് സംസാരിക്കാം. അതെ, പിന്നെ വേറൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മോട്ടിവേഷൻ ഇപ്പൊ വേണ്ട, എനിക്ക് വേണ്ട, ഞാൻ വണ്ടിയിൽ ഇരുന്നാ മതി എന്നും പറഞ്ഞ് നിനക്ക് എനിക്കിരിക്കായിരുന്നു. പക്ഷെ ബാറിന്റെ പേരും ബാറിന്റെ മണവും അങ്ങോട്ട് തുറന്ന് കയറുന്ന കണ്ടപ്പോഴേ പുറകെ വന്ന് അതെ, അങ്ങനെയുള്ളവരുടെ ഒരിക്കലും ഹെൽപ്പ് നിങ്ങൾ സീക്ക് ചെയ്യരുത്, ഒരിക്കലും ആവശ്യപ്പെടരുത്. അല്ല, വേറൊരു കാര്യം ഉണ്ടായിരുന്നു, ഇറക്കിയിട്ട് അങ്ങനെ ഇങ്ങോട്ട് ഞാൻ പോകും, എന്നെ വണ്ടി ഞാൻ പോവാണെന്ന് അതെ, ഇറക്കി വിട്ട് വണ്ടി ഇങ്ങോട്ട് നടന്നു വരട്ടെ. ബസ് ഉണ്ട്, സ്റ്റാൻഡാണ്, ഓട്ടോ സ്റ്റാൻഡ് എന്ന് ചിന്തിക്കായിരുന്നു. പക്ഷെ അതാണ് പ്രശ്നം, എല്ലാം സാഹചര്യത്തിന്റെ സമ്മർദ്ദം. അതിൽ നിന്നൊക്കെ നമ്മൾ മാറണം. അതെ, ഇങ്ങനെ വിചാരിക്കുന്നവർ അതിൽ നിന്ന് മാറിയിട്ട് സ്വന്തമായിട്ടൊരു കാഴ്ചപ്പാടുണ്ടാക്കി തീർച്ചയായിട്ടും, എങ്കിൽ മാത്രമേ ഇരുന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. വേറെ കാര്യമൊന്നുമില്ല. അതെ, ഇവിടെ വല്ല ബാക്കി ഇരിപ്പുണ്ടാവുന്നില്ലല്ലോ. അടിച്ചു തീർന്ന ഓക്കെ ഗൈസ്, അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതും. അതുപോലെ തന്നെ ഇന്നത്തെ ടോപ്പിക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മദ്യപാനം ഇതോടെ നിർത്തുക, നിർത്താനുള്ള പ്രൊസീജിയറിലേക്ക് നിങ്ങൾ കടക്കുക, അല്ലേ ചെയ്യുക. സോ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് cheers you all. See you in the next video.